Hello my dear students, welcome to EduZone, the commerce platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഒരു പുതിയൊരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ധനപരമായ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത് അല്ലേ. ബിസിനസ്സിൻ്റെ ജീവരക്തമാണ് ഫിനാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻസിന് ബിസിനസ്സിലുള്ളത് അല്ലേ. കാരണം ബ്ലഡ് ഇല്ലാതെ നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഫിനാൻസ്, ക്യാഷ്, ധനം ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യലിനെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ. മണി ഓർ finance required for carrying out business activities is called business finance. Money or finance required for carrying out business activities is called business finance. ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ പണത്തെയോ അല്ലെങ്കിൽ ധനത്തെയോ ആണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ മീനിങ് തന്നെ നമുക്ക് ഫസ്റ്റ് പറയാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനൊരു മീനിങ് നമുക്ക് കൊടുക്കാം. എന്താണ്? ഫസ്റ്റ് നമുക്ക് മീനിങ് ഓർ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. അതായത് ധനപരമായ മാനേജ്മെൻറ്റ് എന്നാൽ ഫണ്ടുകൾ സംഭരിക്കുകയും അവ ബിസിനസ്സിൽ ഫലപ്രദമായി വിനിയോഗിക്കലുമാണ് ധനപരമായ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് സംഭരിക്കുകയാണ്. ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, അവ ബിസിനസ്സിൽ ഫലപ്രദമായി ഉപയോഗിക്കൽ കൂടി ഇതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നീഡ് ഓർ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഒരു സ്ഥിരം ആസ്തികളുടെ വലുപ്പവും ഘടനയും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 200 കോടിക്കുള്ള നിക്ഷേപിക്കുക എന്നുള്ള തീരുമാനം, അത് അത്രയും രൂപയൊക്കെ നിക്ഷേപിക്കുമ്പോൾ അതൊരു സ്ഥിര മൂലധനമായിട്ടാണ് വരുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന രൂപത്തിലാണ് വരുന്നത്. ഓക്കെ. ദെൻ ദ എമൗണ്ട് ആൻഡ് കോമ്പോസിഷൻ ഓഫ് കറൻറ്റ് അസറ്റ്. അതായത് കറൻറ്റ് അസറ്റിൻ്റെ അളവ് എത്ര വേണം, എത്ര കറൻറ്റ് അസറ്റ് വേണം എന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നടക്കുകയുള്ളൂ. ദെൻ എമൗണ്ട് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ബി യൂസ്ഡ്. ദീർഘകാല ഹ്രസ്വകാല ഫണ്ടുകളുടെ അളവ്, ഷോർട്ട് ടേം ലോണും ലോങ് ടേം ലോണൊക്കെ ഏതൊക്കെ അളവിൽ അതിൻ്റെ റേഷ്യോ എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. ദെൻ ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ് ഇൻറ്റു ഡെറ്റ് ഇക്വിറ്റി. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ് ഇൻറ്റു ഡെറ്റ് ഇക്വിറ്റി. അതായത് ദീർഘകാല ഫിനാൻസിങ്ങിനെ കടം, ഇക്വിറ്റി എന്നിങ്ങനെ ഒക്കെ പാർട്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നടക്കുള്ളൂ. അതിനൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ഓൾ ഐറ്റംസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലാഭനഷ്ട കണക്കിലെ എല്ലാ ഇനങ്ങളും കൈകാര്യം ചെയ്യണമെങ്കിൽ അതും നമ്മൾ ഏതിലൂടെ നടക്കുള്ളൂ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്: സൈസ് and composition of fixed asset, amount and composition of current asset, amount of long term and short term fund, breakup of long term financing into debt equity, then all items in the profit and loss. Okay. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡിസിഷനെ കുറിച്ചിട്ടാണ്. ഫിനാൻഷ്യൽ ഡിസിഷൻ നമുക്കറിയാം അല്ലേ. ഫിനാൻഷ്യൽ എന്നാൽ ധനം, ഡിസിഷൻ തീരുമാനം, ധനപരമായ തീരുമാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഡിസിഷൻ? Financial decision refers to decision taken on financial operations pertaining to investment, financing and dividend decision. അതായത് നിക്ഷേപം, ധനശേഖരണ, ഡിവിഡൻഡ് എന്നീ തീരുമാനങ്ങൾ
സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ ധനപരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നു. നിക്ഷേപം, ധനശേഖരണം, ഡിവിഡൻഡ് തീരുമാനങ്ങൾ എന്നിവ പോലെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ ധനപരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ധനപരമായ തീരുമാനങ്ങളെ ഫിനാൻഷ്യൽ ഡിസിഷനെ മെയിനായിട്ട് 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 തരം ഡിസിഷനാണ് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷനിലുള്ളത്. 3 തരം തീരുമാനങ്ങളാണ് നമുക്ക് ധനപരമായി തീരുമാനിക്കാനുള്ളത് ഒരു ബിസിനസ്സിൽ. പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, സെക്കൻഡ് ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്? ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് concerned with how the firm's valuable funds are to be invested in various assets. How the firm's valuable funds are to be invested in various assets. സ്ഥാപനത്തിൻ്റെ വിലപ്പെട്ട പണം പലതര ആസ്തികളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് നിക്ഷേപ തീരുമാനം. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ ഫിക്സഡ് അസറ്റുകളൊക്കെ പിന്നെ അസറ്റുകളിൽ മേൽ നിക്ഷേപിക്കുന്ന സ്ഥിര ആസ്തികളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്ലിയർ? ദെൻ സെക്കൻഡ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ നമുക്കറിയാം അല്ലേ, ധനശേഖരണ തീരുമാനം. വ്യത്യസ്ത ദീർഘകാല സ്രോതസ്സുകളിൽ നിന്ന് സംഭരിക്കുന്ന പണത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ഫിനാൻസിങ് ഡിസിഷൻ. ആദ്യം നമ്മൾ നിക്ഷേപിച്ചു അല്ലേ, പിന്നെ നമ്മൾ എന്താ ചെയ്യണം, ധനം ശേഖരിക്കുകയാണ് വ്യത്യസ്ത ദീർഘകാല സ്രോതസ്സുകളിൽ നിന്ന്. ഫൈനാൻസിങ് ഡിസിഷൻ കൺസേൺ വിത്ത് ക്വാണ്ടം ഓഫ് finance to be raised from various long term sources. അപ്പോൾ വ്യത്യസ്ത ദീർഘകാല സ്രോതസ്സുകളിൽ നിന്ന് സംഭരിക്കുന്ന പണത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ഫിനാൻസിങ് തീരുമാനം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ, എന്താണ് ലാഭത്തിൻ്റെ ഭാഗമാണ് ഡിവിഡൻഡ് അല്ലേ. ഡിവിഡൻഡ് ഡിസിഷൻ റിലേറ്റഡ് ടു ഹൗ മച്ച് ഓഫ് ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഷുഡ് ബി റിട്ടൈൻഡ് ഇൻ ദ ബിസിനസ്. എന്താ പറഞ്ഞത്? ഡിവിഡൻഡ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കമ്പനി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റിൽ എത്ര പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. എത്ര പ്രോഫിറ്റ് ബിസിനസ്സിൽ തന്നെ നിലനിർത്തണം എന്നതിനെ കുറിച്ചിട്ടുള്ള തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ലാഭത്തിനെ കുറിച്ചിട്ടുള്ള തീരുമാനമാണ്. കമ്പനിയിൽ സമ്പാദിച്ച ലാഭത്തിൻ്റെ എത്ര ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യണമെന്നും എത്ര ഭാഗം ബിസിനസ്സിൽ നിലനിർത്തണമെന്നും സംബന്ധിച്ച തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. എന്താ ക്യാപിറ്റൽ? മൂലധനം. സ്ട്രക്ചർ ഘടന. മൂലധന ഘടന. Capital structure of a company refers to the type of securities to be issued and proportionate amount that make up the capitalization. ജസ്റ്റൻബർഗിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി റെഫേഴ്സ് ടു ദി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് to be issued and a proportionate amount that make up the capitalization. മൂലധനം ഘടന എന്ന് പറയുന്നത് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റികളുടെ തരവും അവ ആകെയുള്ള മൂലധനവൽക്കരണത്തിന് ഏത് അനുപാതത്തിലുമാണ് എന്നതാണ് എന്ത്? മൂലധന ഘടന. മൂലധന ഘടന എന്ന് വെച്ചാൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റിയുടെ തരവും അവ ആകെയുള്ള മൂലധനവൽക്കരണത്തിൽ ഏതേത് അനുപാതത്തിലും എന്നതാണ്. ഓക്കെ, ബിസിനസ് ഫിനാൻസിനെ, അതായത് ഉടമസ്ഥയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഫിനാൻസിനെ രണ്ടായിട്ട് തരംതിരിക്കുക. ഓണേഴ്സ് ഫണ്ട് അതായത് ഉടമസ്ഥരുടെ ഫണ്ടും ബോറോഡ് ഫണ്ട് കടം വാങ്ങിയതോ. ഉടമസ്ഥരുടെ ഫണ്ട് പറഞ്ഞാൽ ഷെയറൊക്കെ അല്ലേ, കടം വാങ്ങിയതോ ഡിബഞ്ചറാണ് മെയിനായിട്ടിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഇതിൽ ഫോക്കസിങ് ഏരിയയിൽ പിന്നെ വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ
ലിവറേജ്. അത് നിങ്ങൾ പുതിയതായിട്ട് കേട്ടൊരു വാക്കാണ് അല്ലേ, ഫിനാൻഷ്യൽ ലിവറേജ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ക്യാപിറ്റൽ ഗിയറിംഗ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. എന്താണ് പറയുന്നത്? പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ, പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം മൂലധനത്തിൽ കടത്തിൻ്റെ അനുപാതത്തെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നു. കടത്തിൻ്റെ അനുപാതത്തെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊരു ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മൂലധന ഘടനയുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇക്വിറ്റി എന്നാൽ ഷെയർ ആണ് അല്ലേ. ഇക്വിറ്റി മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിക്കുന്ന വിധത്തിൽ മൂലധന ഘടനയിൽ ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ എന്നിവ പോലെയുള്ള നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നതിന് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നു. അതായത് ഇക്വിറ്റി മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ മൂലധന ഘടനയിൽ കടപ്പത്രങ്ങളും പ്രിഫറൻസ് ഓഹരികളും പോലെയുള്ള നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ പൊസിഷൻ, പണത്തിൻ്റെ ഒഴുക്ക്. കടം വാങ്ങുന്നതിന് മുമ്പ് വിഭാവനം ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോയുടെ വലുപ്പം കണക്കിലെടുക്കേണ്ടതുണ്ട്. ക്യാഷ് ഫ്ലോ പൊസിഷൻ, പണത്തിൻ്റെ ഒഴുക്ക് എത്രമാത്രം ഉണ്ട് എന്ന് കണക്കിലെടുക്കണം. ദെൻ മൂന്നാമത്തത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓർ ICR, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഒരു കമ്പനിയുടെ പലിശക്കും നികുതിക്കും മുമ്പുള്ള സമ്പാദ്യം, ഒരു കമ്പനിയിലെ ടോട്ടൽ ലാഭത്തിൻ്റെ സമ്പാദ്യത്തിന് പലിശയും ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ക്യാഷാണ്, സമ്പാദ്യമാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, നിക്ഷേപത്തിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ സമ്പാദ്യ നിരക്ക്. നിക്ഷേപത്തിനുള്ള നിരക്ക് കടത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ മൂലധന ഘടനയിൽ കടത്തിൻ്റെ ഭാഗം വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത്. അതായത് നിക്ഷേപത്തിനുള്ള നിരക്ക് കടത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കൂടുതൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കടമായിട്ട് വേറെ ഏതോ രൂപത്തിൽ വാങ്ങിയാൽ അതിന് വരുന്ന പലിശ നമ്മൾ കടമായിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏറ്റവും നല്ലത് കടമായിട്ട് എടുക്കണം. നമുക്കറിയാമല്ലേ, എവിടെ നമ്മൾ 2-3 സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെയാണോ കുറവ് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കടത്തിൻ്റെ ചിലവ്. കുറഞ്ഞ പലിശ നിരക്കിൽ കമ്പനിക്ക് കടം വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഇക്വിറ്റിയെ അപേക്ഷിച്ച് കൂടുതൽ കടം വാങ്ങണമെന്ന് നല്ലത്. അതായത് പലിശ ഇല്ലാത്ത ലോണൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ടാക്സ് റേറ്റ്, നികുതി നിരക്ക്. കടത്തിനുള്ള പലിശ നികുതി ബാധ്യതയിൽ നിന്നും കുറക്കാവുന്നതായതിനാൽ കടം ഉപയോഗിച്ച് നികുതി ബാധ്യത കുറക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഇൻകത്തിനല്ലേ നമ്മൾ ടാക്സ് അടക്കേണ്ടത്, അതേസമയം കടം വാങ്ങുമ്പോൾ നമുക്ക് ടാക്സ് അടക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടാക്സ് അടക്കുന്നതിന് പകരം നമ്മൾ കടമായിട്ട് വാങ്ങുകയാണ് നല്ലതെന്നാണ് ഫാക്ടർ, ടാക്സ് റേറ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇക്വിറ്റിയുടെ ചിലവ്. ഒരു കമ്പനി കടം വാങ്ങുന്നത് കാര്യമായി വർദ്ധിക്കുമ്പോൾ ഇക്വിറ്റിയുടെ ചിലവ് വല്ലാതെ ഉയരുകയും ഓഹരി വില കുറയുകയും ചെയ്യും. ഓക്കെ, അതായത് ഇക്വിറ്റിയുടെ ചിലവ്, ഒരു കമ്പനി കടം വാങ്ങുന്നത് കാര്യമായി വർദ്ധിക്കുമ്പോൾ ഇക്വിറ്റിയുടെ ചിലവ് വല്ലാതെ ഉയരുകയും ഓഹരി വില കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഓഹരി ഉടമകളുടെ സമ്പത്ത് കഴിയാവുന്നത്ര വർദ്ധിപ്പിക്കാൻ കടം ഒരു പരിധിക്കപ്പുറം ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതായത് ഇക്വിറ്റി ഷെയറിന് പകരം നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. അത് അതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, സെക്യൂരിറ്റികൾ പ്രചാരത്തിലാക്കുന്നതിനുള്ള ചിലവ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ്, പ്രോസ്പെക്ടസ് അച്ചടിക്കാനുള്ള ചിലവ് തുടങ്ങിയ സെക്യൂരിറ്റികൾ പുറപ്പെടുവിച്ച് പ്രചാരത്തിലാക്കാനുള്ള ചിലവുകളെ ഫ്ലോട്ടേഷൻ ചിലവ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പരസ്യം ചെയ്യണമെങ്കിൽ നമുക്ക് പരസ്യത്തിന് ചാർജ് വരുന്നുണ്ട് അല്ലേ, ആ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ. അതുപോലെ ഒരു സെക്യൂരിറ്റി, നമ്മളൊരു ഷെയറോ ഡിബഞ്ചറൊക്കെ എടുത്ത് അത് ആ ലെവലിൽ എത്തിക്കിട്ടണമെങ്കിൽ നമുക്ക് വരുന്ന കമ്മീഷൻ,
നമുക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും, പ്രോസ്പെക്റ്റസ് അച്ചടിക്കാനുള്ള ക്യാഷ് കൊടുക്കേണ്ടി വരും, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഈ ചാർജിന് പറയുന്ന പേരാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഓക്കെ. ദെൻ റിസ്ക് കൺസിഡറേഷൻ, നഷ്ടസാധ്യതയുടെ പരിഗണന. വ്യാപാര നഷ്ടസാധ്യതയും ധനപരമായ നഷ്ടസാധ്യതയും ചേർന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം നഷ്ടസാധ്യത. ഓക്കെ. അതായത് വ്യാപാരത്തിന് വരുന്ന നഷ്ടസാധ്യതയും ധനപരമായ നഷ്ടസാധ്യതയും ഒരുമിച്ച് ചേർന്നതാണ് സ്ഥാപനത്തിൻ്റെ മൊത്തം നഷ്ടസാധ്യത. ഓക്കെ. ദെൻ ഫ്ലെക്സിബിലിറ്റി, പരമാവധി കടം, അതായത് അയവാണ്. പരമാവധി കടം വാങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് വീണ്ടും കടം വാങ്ങാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ഒരാളടുത്തു നിന്ന് കടം വാങ്ങി പിന്നെയും അയാളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും അല്ലേ? അതാണ് അതിൽ പറയണത്. ദെൻ കൺട്രോൾ, കടം വാങ്ങിക്കൊണ്ടുള്ള ഫണ്ട് സ്വരൂപിക്കൽ നിയന്ത്രണത്തെ നേർപ്പിക്കുന്നില്ല, കുറയ്ക്കുന്നില്ല. അതായത് ഇക്വിറ്റി ഓഹരി പുറപ്പെടുവിക്കുമ്പോൾ നിയന്ത്രണത്തിൽ കുറവുണ്ടാകും. അതിനാൽ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ കടം വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. അതായത് നമ്മൾ കടം വാങ്ങിയാൽ എന്താ പറയുക, കടക്കാരൊരിക്കലും നമ്മുടെ അടുത്തേക്ക് അധികാരം പറഞ്ഞു വരില്ല, അവരുടെ ക്യാഷ് കൊടുത്താൽ തീരാനേ ഉള്ളൂ. അതേസമയം ഒരുപാട് ഷെയർ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഷെയർ ഹോൾഡേഴ്സൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥന്മാരാണ്. അപ്പോൾ അവരുടെ കൺട്രോളിങ്ങിൽ കൂടി ബിസിനസ് വരും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ മാക്സിമം ഇക്വിറ്റിൻ്റെ ഷെയർ കുറയ്ക്കുകയാണ് നല്ലത്. ഓക്കെ. ദെൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയമപരമായ ചട്ടക്കൂട്. നിയമപരമായ ചട്ടക്കൂട് ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. കാരണം ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അതൊക്കെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യണത് നല്ലതാണ്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ, മൂലധന വിപണിയിലെ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ. ഏതു തരം സെക്യൂരിറ്റിയാണ് വിൽപ്പനയ്ക്ക് ഇറക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം മൂലധന വിപണിയിലെ സ്ഥിതിയാണ്. അതായത് നമുക്ക് ഏറ്റവും കുറഞ്ഞ മാന്യകാലത്ത് കടപ്പത്രം ഇറക്കുന്നതാണ് അഭികാമ്യം. എന്നാൽ ഉയർച്ചയുടെ കാലഘട്ടത്തിൽ, പീക്ക് സ്റ്റേജിൽ കാലഘട്ടത്തിൽ ഇക്വിറ്റി ഓഹരികളാണ് നല്ല വിപണി കിട്ടും. അങ്ങനെ ഓരോ ടൈം നോക്കിയിട്ട് വേണം നമ്മൾ ഓണേഴ്സ് ഫണ്ടും ബോറോവേഴ്സ് ഫണ്ടൊക്കെ ഇറക്കാൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്, മറ്റു കമ്പനികളുടെ മൂലധന ഘടന കൂടി നോക്കണം. അതായത് കമ്പനിയുടെ മൂലധന ഘടന തീരുമാനിക്കുന്നതിൽ അതേ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മാർഗ്ഗനിർദ്ദേശം നൽകും. എന്നാൽ വ്യവസായ നിലവാരം ഒരു കമ്പനി അന്ധമായി പിന്തുടരുത്. അതായത് ഓരോ ബിസിനസ്സിനും നമ്മൾ ഒരാളുടെ നല്ല വശം നോക്കാനേ പാടുള്ളൂ അല്ലേ? ഒരാളുടെ നല്ല സ്വഭാവം നോക്കി അത് നമ്മൾ അനുകരിക്കണം. അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുകൂലിക്കണം വേണ്ട. അപ്പം മറ്റു കമ്പനികളുടെ എക്വിറ്റി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് നോക്കാം. പകരം അവരുടെ നിലവാരം നോക്കി നമ്മൾ അത് പിന്തുടരുത്. ഓക്കെ. ഈ 14 ഫാക്ടറുകളാണ് നമ്മളെ എന്തിനെ ബാധിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ചോയ്സ് ചെയ്യുമ്പോൾ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഈ 14 കാര്യങ്ങൾ. ഓക്കെ. ഇനി അടുത്തൊരു ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. +2 കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫിക്സഡ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ അറിയാതിരിക്കാൻ പാടില്ല അല്ലേ? എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം ഓർ ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. ലാൻഡ്, പ്ലാന്റ്, മെഷീനറികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറക്കുന്ന ക്യാപിറ്റലാണ്. ദീസ് അസറ്റ് ആർ പർച്ചേസ്ഡ് നോട്ട് ഫോർ സെയിൽ. അത് വാങ്ങണ എന്തിനാ, വിൽക്കാനാണോ? അല്ല. ബട്ട് ആർ കെപ്റ്റ് ഇൻ പെർമനൻ്റ്ലി ഇൻ ദ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് വെക്കാനാണ് അല്ലേ? സച്ച് അസറ്റ് റിമൈൻ ഇൻ ബിസിനസ് ഫോർ പീരിയഡ് മോർ ദാൻ 1 year. ഈ അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകളൊക്കെ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അടുത്തതൊരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫോക്കസിങ് ഏരിയയിലെ അടുത്ത പോയിന്റ് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ സ്വഭാവം. എത്രമാത്രം സ്ഥിര മൂലധനം വേണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം സവിശേഷതയാണ്. ഒരു നിർമ്മാണ സ്ഥാപനത്തിന് സ്ഥിരം സ്വത്തുക്കളായ ഭൂമി, കെട്ടിടം, മെഷീനറി മുതലായവ ആവശ്യമായതിനാൽ ഭീമമായ നിക്ഷേപം വേണ്ടി വരും. അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണെങ്കിൽ അവിടെ അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. ബിസിനസ്സിൻ്റെ സ്വഭാവം നോക്കണം.
അടുത്തതോ സെയിൽ ഓഫ് ഓപ്പറേഷൻ, ബിസിനസ്സിൻ്റെ വലുപ്പം നോക്കണം. വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പൊതുവെ വലിയ തോതിൽ സ്ഥിര സ്വത്തുക്കളിൽ നിക്ഷേപം ആവശ്യമായി വരും. എന്നാൽ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും അത്ര ഫിക്സഡ് അസറ്റ് ആവശ്യമില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ വലുപ്പം നോക്കണം. അടുത്തതോ ചോയ്സ് ഓഫ് ടെക്നിക്ക്, സാങ്കേതിക തന്നെ. ചില വ്യവസായം മൂലധന കേന്ദ്രീകരണവും മറ്റു ചിലത് തൊഴിലാളി കേന്ദ്രീകരണമാണ്. ചിലത് ക്യാപിറ്റൽ സെൻറ്റേർഡ് അല്ലെങ്കിൽ എംപ്ലോയി സെൻറ്റേർഡ് ആണ്. മൂലധന കേന്ദ്രീകരണ വ്യവസായത്തിന് തൊഴിലാളി കേന്ദ്രീകൃത വ്യവസായത്തേക്കാൾ കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമാണ്. കാരണം അവർക്ക് അതിൻ്റെ ടെക്നോളജി ഡെവലപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് അത്യാവശ്യം വരും. അപ്പോൾ അവിടെ ക്യാഷ് ആവശ്യമായി വരും. അടുത്തത് സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തൽ, ടെക്നോളജി അപ്ഗ്രഡേഷൻ. ചില വ്യവസായങ്ങളിൽ ആസ്തികൾ വേഗത്തിൽ കാലഹരണപ്പെടാറുണ്ട്. ഇവ വേഗത്തിൽ മാറ്റേണ്ടി വരും. ഓക്കെ, അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, വളർച്ചാ സാധ്യത. ഒരു സ്ഥാപനത്തിൻ്റെ വർത്തമാനകാലത്തിനും അതുപോലെ ഭാവിയും പ്രതീക്ഷിക്കുന്ന കൂടിയ വളർച്ചയ്ക്ക് സ്ഥിര സ്വത്തുകളിൽ ഭീമമായ നിക്ഷേപം വേണ്ടി വരും. ഓക്കെ, അതുവഴി സ്ഥിര മൂലധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യം വന്നു ചേരും. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം. അതായത് വെൻ എ ഫേം ഡൈവേഴ്സിഫൈ ഇസ് ആക്ടിവിറ്റീസ് റിക്വയർമെൻറ്റ്സ് ഫോർ ഫിക്സഡ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. കാരണം ഫോർ എക്സാമ്പിൾ ലിക്വർ കമ്പനി ഈസ് ഡൈവേഴ്സിഫൈങ് ആൻഡ് സ്റ്റാർട്ടിങ് ആൻ ആവിയേഷൻ കമ്പനി. ഓക്കെ, ക്വൈറ്റ് നാച്ചുറലിയാണ്. അതായത് ഒരു സ്ഥാപന പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിര മൂലധന ആവശ്യകത വർദ്ധിക്കും. അതായത് ഒരു മദ്യ കമ്പനി വൈവിധ്യവൽക്കരണം വഴി വ്യോമയാന ബിസിനസ് ആരംഭിക്കും. അവിടെ അത്യാവശ്യം ക്യാഷ് ആവശ്യം വരും അല്ലേ. അതായത് നമ്മുടെ ബിസിനസ് മറ്റൊരു ബിസിനസ്സിനാക്കി മാറ്റം വരുത്തുമ്പോൾ നമുക്കതിന് ക്യാഷ് കൂടും, ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ആവശ്യം കൂടും. ദെൻ ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്, ധനശേഖരണത്തിനുള്ള ബദലുകൾ. അതായത് സ്ഥിരം ആസ്തികൾ പണം നൽകി വാങ്ങുന്നതിന് പകരം പാട്ടത്തിന് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു മെഷീനറിയോ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് തന്നെ വാങ്ങുന്നതിന് പകരം അത് ലീസിനെടുത്താൽ നമുക്ക് ലീസ് ചാർജ്, ലീസിങ് ക്യാഷും ഇത് മാത്രം കൊടുത്താൽ മതി. പകരം ഒരു ഫുള്ളായിട്ട് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ആവശ്യം കുറയും എന്നാണ് പറയുന്നത്. ദെൻ ലെവൽ ഓഫ് കൊളാബറേഷൻ, സഹപ്രവർത്തനത്തിൻ്റെ തലം. അതായത് മറ്റുള്ളവരുമായി സഹപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സ്ഥാപനം മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ പൊതു ഉപയോഗത്തിനായി സംയുക്തമായൊരു സൗകര്യം വികസിപ്പിച്ചെടുക്കുകയോ ചെയ്യും. അപ്പം ATM ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. കാരണം അതിൽ സ്ഥിര ആസ്തികളിലുള്ള നിക്ഷേപങ്ങൾ കുറയ്ക്കും. ATM വഴിയൊക്കെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ പല സ്ഥാപനങ്ങളിലും പല ഇതിലും നമുക്ക് ATMൽ പോയിട്ട് എല്ലാ കാർഡിലും നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ലേ. ആ ATMൻ്റെ ഏത് ബാങ്കാണോ മാത്രമല്ല ഏത് ബാങ്കിൻ്റെ ATM കാർഡും ഒരു മെഷീനിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതൊക്കെയാണ് അതിൽ മാറ്റം വരുന്നത്. ലെവൽ ഓഫ് കൊളാബറേഷൻ. ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അത്യാവശ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ബിസിനസ്, ദെൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, then choice of technique, technology upgradation, growth prospectus, then diversification, financing alternatives, and last one level of collaboration, സഹപ്രവർത്തനത്തിൻ്റെ തലം. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനെ കുറിച്ചിട്ടാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ, അതൊരു ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്, ഇൻവെസ്റ്റഡ് ഇൻ കറൻറ്റ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് കറൻറ്റ് ആസ്തികളിൽ നിക്ഷേപിച്ചിട്ടുള്ള മൂലധനത്തിൻ്റെ ഭാഗമാണ് പ്രവർത്തന മൂലധനം. കറൻറ്റ് അസറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള മൂലധനം. അതായത് വിത്തിൻ 1 ഇയർ ആവശ്യങ്ങൾക്കാണ് ഇത്രയും കാശ് ഇത്രയും ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഭാഗത്ത് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അതായത് പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങളെ കുറിച്ചിട്ട് കൂടി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. ഓക്കെ,
അത്യാവശ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ സ്വഭാവം. അത് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലിൽ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും നോക്കണം. അതായത് പ്രവർത്തന മൂലധനം എത്രയാണെന്ന് നിർണ്ണയിക്കുക എന്നത് ബിസിനസ്സിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം നമ്മൾ ആദ്യം ഡിസിഷൻ ചെയ്യണം, തീരുമാനിക്കണം. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തനത്തിൻ്റെ തോത്. വലിയ തോതിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സ്റ്റോക്കും കടമൊക്കെ അത്യാവശ്യം കൂടുതലുണ്ടാവും അല്ലേ. അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഗുഡ്സ് സ്റ്റോക്കൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അത്യാവശ്യം വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ ബിസിനസ് സൈക്കിൾ, ബിസിനസ്സിൻ്റെ പരിവൃത്തി വിവിധ ഘട്ടങ്ങളുടെ പ്രവർത്തന മൂലധനത്തിലൂടെയാണ്. ദെൻ സീസണൽ ഫാക്ടേഴ്സ്, കാലഭേദം അനുസരിച്ച് ഘടകങ്ങൾ. ചില ബിസിനസ്സുകളുടെ പ്രവർത്തനം കാലഭേദം അനുസരിച്ച് വ്യത്യസ്തം. ഉയർച്ചയുടെ കാലങ്ങളിൽ ബിസിനസ് സജീവമാകുക, കാരണം കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായി വരും. അതായത് ഡിമാൻഡ് കുറവുള്ള കാലത്ത് പ്രവർത്തനം മൂലധനം കുറവ് ആവശ്യം മതി. കാരണം ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്കിൻ്റെ കമ്പനിയാണെങ്കിൽ, നോട്ട് ബുക്സിൻ്റെ കമ്പനിയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അതായത് ആ ലെവലിൽ നമുക്ക് ഏകദേശം ജൂൺ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരും. കാരണം ബിസിനസ് നമ്മൾ സ്കൂൾ ടൈമാണ് അല്ലേ. അപ്പം നോട്ട്ബുക്കിന് അതായത് ആ പീക്ക് പീരീഡിൽ നമുക്ക് ക്യാപിറ്റൽ വേണോ, കൂടുതലാണോ കുറവാണോ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം കൂടുതലോ കുറവോ, അതായത് സീസണൽ ഫാക്ടേഴ്സാണ്, കാലഭേദം അനുസരിച്ചിട്ട് മാറാം. ദെൻ പ്രൊഡക്ഷൻ സൈക്കിള്, ഉൽപ്പാദന ചക്രം. അസംസ്കൃത വസ്തുക്കൾ ലഭിച്ചതിന് ശേഷം അവ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ട സമയത്ത് ഉൽപ്പാദന ചക്രം എന്ന് പറയും. നീണ്ട ഉൽപ്പാദന ചക്രം ആവശ്യമുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായി വരും. അതായത് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് അത് പ്രോഡക്റ്റാക്കി നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. കാരണം അത് ഓട്ടോമാറ്റിക് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, നമുക്കത് ക്യാഷായിട്ട് മാറും. പക്ഷേ അതേസമയം ഒരുപാട് എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ അത്യാവശ്യം ക്യാപിറ്റൽ കൂടുതലാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം കൂടും. ദെൻ ക്രെഡിറ്റ് അലൗഡ്, കടം അനുവദിക്കൽ. ഇടപാടുകാരുടെ സാമ്പത്തിക അടിത്തറയുടെയും വിപണിയിലെ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥാപനങ്ങൾ കടം നൽകാനായി വിവിധ നിബന്ധനകൾ ഉണ്ടാക്കുക അവർ. കാരണം ഏറ്റവും കൂടുതൽ കടം നയം ഉയർന്ന പിരിഞ്ഞു കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായി വരും. അതേസമയം 7th പോയിൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് അവൈലബിൾ, കടത്തിൻ്റെ ലഭ്യത. ഒരു ബിസിനസ് സ്ഥാപനത്തിന് സാധനങ്ങൾ കടം ലഭിക്കാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതായത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്തിനാ ബിസിനസ്സൊക്കെ ക്യാഷ് ഗുഡ്സ് സാധനങ്ങൾ മെറ്റീരിയലൊക്കെ എത്തിക്കാനാണ്. ഈ മെറ്റീരിയൽ ക്രെഡിറ്റ് ആയിട്ട് എത്തിക്കാൻ നമ്മുടെ കയ്യിൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് കുറച്ച് മതി. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, പ്രവർത്തന കാര്യക്ഷമത പ്രവർത്തന മൂലധനത്തിനെ നിശ്ചയിക്കണ്ടേ. അതായത് ഫുൾ ക്യാഷ്, ഫുൾ പേയ്മെൻറ്റ്, പിരിഞ്ഞു കിട്ടാനുള്ള സംഖ്യ, അതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ആവശ്യകത കുറക്കും. അതായത് എന്നിവിടെ കാര്യക്ഷമമായ മാനേജ്മെൻറ്റ് പ്രവർത്തന മൂലത്തിൻ്റെ ആവശ്യകത കുറക്കും. അതായത് റെഡി ക്യാഷിനാണ് സെയിൽ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം കുറച്ച് മതി. ഓക്കെ. ദെൻ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അസംസ്കൃത വസ്തുക്കൾ മറ്റു അനുബന്ധ സാധനങ്ങൾ സുഗമമായി ലഭിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന് കുറഞ്ഞ തോതിൽ സ്റ്റോക്ക് ഉണ്ടായാൽ മതി. കാരണം നമുക്ക് കിട്ടാൻ പറ്റുന്ന റോ മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം റോ മെറ്റീരിയലൊക്കെ പെട്ടെന്ന് ഏത് സമയത്തും കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ റോ മെറ്റീരിയൽ മതി, അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മതി. ഓക്കെ. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ദെൻ ഗ്രോത്ത് പ്രോസ്പെക്ടസ്, വളർച്ചാ സാധ്യത. ഒരു സ്ഥാപനം വേഗത്തിൽ വളരുകയാണെങ്കിൽ ഉയർന്ന വിൽപ്പന ലക്ഷ്യം നേരിടുന്നതിന് കൂടി തൊഴിൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. അതായത് പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നന്നായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ആവശ്യം വരും. ഓക്കെ. അടുത്തൊരു പോയിൻ്റ് എന്നാൽ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, മത്സരത്തിൻ്റെ തലം. അതായത് മത്സരത്തിൻ്റെ തലം കൂടുന്നതോറും ഉപഭോക്താവിൻ്റെ ആവശ്യം പെട്ടെന്ന് തൃപ്തിപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റോക്ക്, കാരണം അവർക്ക് ഒരുപാട് വെറൈറ്റികൾ വേണ്ടി വരും. അപ്പോൾ അതിന് അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വേണം. ഈ സ്റ്റോക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യം വരും. ഓക്കെ. ദെൻ ഇൻഫ്ലേഷൻ എന്താ? പണപ്പെരുപ്പം, വിലക്കയറ്റത്തിൻ്റെ കാലത്ത് പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത കൂടും. കാരണം സ്ഥിരമായ ഉൽപ്പാദനവും വിൽപ്പനയും നിലനിർത്താൻ നമുക്ക്
പണം ആവശ്യമായി വരും. അത് വിലക്കയറ്റം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ നിർത്താൻ പറ്റില്ല, അത് കറക്റ്റായിട്ട് നടന്നു പോകേണ്ടി വരും, വിൽപ്പന നടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കാരണം അത്യാവശ്യം ഫോക്കസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം, മീനിങ് ഓർ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ ഫിനാൻസ് ഡിസിഷനെ കുറിച്ചിട്ട് പറയണം. ഫിനാൻസ് ഡിസിഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷനിൽ 3 ഡിസിഷനാണ് മെയിനായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് നിക്ഷേപ തീരുമാനം, പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ ധനശേഖരണം തീരുമാനം, പിന്നെ വരുന്നത് ലാസ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറാണ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ, മൂലധന ഘടനയെക്കുറിച്ചിട്ട് എന്താണ് മൂലധന ഘടന എന്നും അതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ 3 കാര്യങ്ങളുടെ ഫാക്ടേഴ്സാണ്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയും ഏരിയയാണ് ഫോക്കസിങ് ഏരിയ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.